പീഡാനുഭവ ധ്യാനത്തിലേക്ക് സ്വാഗതം. അന്ന് പറുദീസയിൽ വല്ലാത്ത ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു. കാരണം വ്യക്തമാണ്. മനുഷ്യൻ ആദ്യ പാപം ചെയ്ത ദിവസം, ആദ്യ മനുഷ്യൻ്റെ ആദ്യ അപരാധത്തിൻ്റെ ദിവസം. ദൈവത്തിന് വേറെ വഴിയൊന്നുമില്ല. അവൻ്റെ നീതിയിൽ അവരെ പറുദീസയ്ക്ക് പുറത്തു വിട്ടേ മതിയാകൂ. അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കി. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം പറയുന്നത് അങ്ങനെയാണ്. അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കി കെരൂബുകളെ കാവൽ നിർത്തി തീജ്വാലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വാൾ സ്ഥാപിക്കുകയും ചെയ്തു. കറങ്ങുന്ന ഒരു വാൾ സ്ഥാപിച്ചു. ഇനി ഒരിക്കലും എളുപ്പത്തിൽ അവർക്കകത്ത് പ്രവേശിക്കുക സാധ്യമല്ല. അന്ന് രാത്രിയിൽ ദൈവം ഉറങ്ങിയിട്ടില്ല, ആദവും ഹവ്വയും ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഉറങ്ങാൻ കഴിയും? വളരെ എളുപ്പമാണ് നമുക്ക് ചിന്തിക്കാൻ. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഏതെങ്കിലും ദുഷ്കർമ്മത്തിൽപ്പെട്ടിട്ട് അവർക്കെതിരെ നിങ്ങൾ വാതിലടച്ചു എന്ന് കരുതുക. അവൾ രാത്രി വരുന്നു, വാതിലടച്ചു, ഇനി ഈ വീട്ടിൽ നീ കയറണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കി. അവൾ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള വരാന്തയിൽ കിടക്കുന്നുണ്ട്. അവൾക്കും അന്നും ഉറക്കമില്ല, നിങ്ങൾക്കും ഉറക്കമില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നു. മാറിയിരുന്ന് സമാധാനത്തോടെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് മാത്രം ചിന്തിച്ചാൽ മതി. വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ പറുദീസയുടെ അന്നത്തെ വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടും. സഹോദരങ്ങളെ, അന്ന് സായാഹ്നമായപ്പോൾ ദൈവം വല്ലാതെ വിഷമിച്ച് പറുദീസയിലൂടെ ഉലാത്തുന്നു. പറുദീസയ്ക്ക് പുറത്ത് ആദവും ഹവ്വയും വല്ലാതെ വിഷമിച്ച് നടക്കുന്നു. രാത്രിയോടടുത്തപ്പോൾ ആദം ദൈവത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ കാരണമാണോ നീ പറുദീസായ്ക്ക് വേലി കെട്ടിയത്? ദൈവമേ, ഞാൻ കാരണമാണോ നീ മാനവരാശിക്ക് ലഭിക്കാമായിരുന്ന ഒരുപാട് അവകാശങ്ങൾക്ക് വിലക്ക് സൃഷ്ടിച്ചത്? ഈ ചോദ്യം ദൈവത്തിൻ്റെ ഹൃദയം തകർത്തു. സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിന് ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം ഒരുപാട് തകർക്കപ്പെടും ഞാനും നിങ്ങളും വിഷമതകൾ അനുഭവിക്കുമ്പോൾ. ആദത്തിൻ്റെ ഈ ചോദ്യം ദൈവത്തിൻ്റെ ഹൃദയം തകർത്തു. അന്ന് തന്നെ വീണ്ടെടുപ്പിൻ്റെ കഥ ആരംഭിച്ചു. കൃഷ്ണമൂർത്തിയാണ് പറയുന്നത്, ലവ് ഈസ് എ പെയിൻഫുൾ എക്സോഡസ് എന്ന്. സ്നേഹമെന്ന് പറയുന്നത് സത്യത്തിൽ വേദന ഊറുന്ന ഒരു പുറപ്പാടാണ്. പുറപ്പാടിൻ്റെ കഥ ആരംഭിക്കുന്നത് മനുഷ്യൻ ആദ്യ പാപം ചെയ്ത ദിവസം തന്നെയാണ്. അവനെ രക്ഷിക്കാൻ തൻ്റെ ഏകജാതനെ പറഞ്ഞുവിടാൻ ദൈവം അന്ന് തന്നെ തീരുമാനിച്ചു. നമുക്ക് ഈ പീഡാനുഭവ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം ധ്യാനപൂർവം ഈശോയുടെ മുമ്പിലിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഉള്ളിൽ സൂക്ഷിക്കണം. ദൈവമേ, അങ്ങയുടെ ഹൃദയം എനിക്ക് തരണം, അങ്ങയുടെ നെഞ്ചകം എനിക്ക് തരണം. നിങ്ങൾക്കറിയുമോ, പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് ദൈവം വീട് കൊടുക്കും, ചിലർക്ക് ദൈവം മക്കളെ കൊടുക്കും, ചിലർക്ക് ദൈവം ഉന്നത ജോലി കൊടുക്കും. എന്നാൽ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ വളരെ കുറച്ച് മനുഷ്യർക്ക് അവൻ്റെ നെഞ്ചകം കൊടുക്കും, അവൻ്റെ ഹൃദയം കൊടുക്കും. എനിക്ക് തോന്നുന്നു ഈ പീഡാനുഭവ വാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വീടിനു വേണ്ടിയോ കാറിന് വേണ്ടിയോ സൗഖ്യത്തിനു വേണ്ടിയോ അല്ല. ദൈവമേ, അങ്ങയുടെ ഹൃദയം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ ഹൃദയത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി ഹോസിയ പ്രവാചകൻ പറയുന്നുണ്ട്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം: ഇസ്രയേലേ, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രയേലേ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? എൻ്റെ ഹൃദയം എനിക്കെതിരെ വിലപിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹം നിങ്ങളെ വീണ്ടെടുക്കാൻ തക്ക വിധത്തിൽ കൊതിക്കുന്നു എന്നാണ് അർത്ഥം. നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ, ദൈവമേ, അങ്ങയുടെ ഹൃദയം എനിക്ക് തരണമേ എന്ന്. ഈ പ്രാർത്ഥന ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കുരിശിലെ 2-ാം മൊഴിയിലേക്ക് ഈ ദിവസം നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു,
ഈശോയുടെ കുരിശിലെ ആദ്യത്തെ വചനം ഇതാ ശത്രുക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു. രണ്ടാമത്തെ വചനം കള്ളനെ രക്ഷിക്കാനുള്ളതാണ്. കള്ളനെ പറുദീസയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കള്ളനെ വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ ബൈബിളിൽ ഈ കുരിശിൽ കിടന്ന യേശുവിൻ്റെ ഇടതുവശത്തും വലതുവശത്തും കിടന്ന കള്ളന്മാരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊടുത്തിട്ടില്ല. എന്നാൽ ബൈബിൾ തന്നെ എഴുതപ്പെട്ട കാലത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്. അവയെ നമ്മൾ അപ്പോക്രിഫൽ പുസ്തകങ്ങളെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അപ്പോക്രിഫൽ പുസ്തകമാണ് നിക്കേദോമസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ നിക്കേദോമസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഇടത്തും വലത്തും കിടന്ന കള്ളന്മാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. വലതുവശത്ത് കിടന്ന കള്ളൻ ദിസ്മസ് എന്ന് അല്ലെങ്കിൽ ദീമസ് എന്നും പറയാറുണ്ട്. ദിസ്മസ് എന്ന് പറഞ്ഞ കള്ളൻ, ഇടതുവശത്ത് കിടന്ന കള്ളൻ ഗസ്റ്റസ് എന്ന് പറയുന്ന കള്ളൻ. ഇവർ രണ്ടു പേരും യേശുവിൻ്റെ കുരിശിൽ കിടക്കുന്നുണ്ട്. മുൻഭാഗത്ത് കാത്തു നിൽക്കുന്നവരെല്ലാം 3 കള്ളന്മാരെയാണ് കാണുന്നത്. ഇടതും വലതുവശത്തും കിടക്കുന്ന കുറ്റവാളികളായ കള്ളന്മാർ, നടുവിൽ കിടക്കുന്ന യേശു ക്രിസ്തു എന്നുള്ള പെരുങ്കള്ളനായ മനുഷ്യൻ. ഇങ്ങനെയാണ് ചുറ്റുപാടുമുള്ള പടയാളികൾ നോക്കുന്നത്. എന്നാൽ ഇടത്തും വലത്തും കിടന്ന കള്ളന്മാർ യേശുവിനെ നോക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. അവർ നോക്കുന്നത് എങ്ങനെയാണ്? ഇത്രമേൽ ലോകത്തിൽ സ്വാധീനം ചെലുത്തിയ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഇത്രമേൽ മഹാത്ഭുതങ്ങൾ കൊണ്ടും ഹൃദയങ്ങളെ കവരുന്ന വചനങ്ങൾ കൊണ്ടും സ്നേഹം കൊണ്ടും സ്വാധീനം ചെലുത്തിയ ഇവൻ എങ്ങനെ കുരിശിലെത്തി? രണ്ടുപേരും നോക്കുന്നുണ്ട്. ഈ നോക്കുന്നതിൻ്റെ ഇടയിലാണ് സത്യത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ വചനം വരുന്നത്. കുരിശിലെ പ്രഭാഷണത്തിലെ ആദ്യത്തെ വചനം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇവരോട് പൊറുക്കണമേ. ഈ വചനം കേട്ടപടി തന്നെ വലതുവശത്ത് കിടന്ന കള്ളന് മനസ്സിലായി, ഈ നടുവിൽ കിടക്കുന്നവൻ സാധാരണക്കാരനല്ല, നിർദോഷിയാണവൻ, അവൻ നീതിമാനാണ്. അല്ലെങ്കിൽ കുരിശിൽ കിടന്ന് ഇങ്ങനെയൊരു വചനം പറയുക സാധ്യമല്ല. സഹോദരങ്ങളെ, ഉടനെ തന്നെ ഇവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. നീ പോണ സ്ഥലത്ത് എനിക്കും പോണമെന്നാണ് അവൻ പറയുന്നത്. കാരണം അതുപോലെ പ്രാർത്ഥിക്കണമെങ്കിൽ, അതുപോലൊരു വചനം പറയണമെങ്കിൽ നിന്നെപ്പോലെ ഒരാൾക്കേ കഴിയൂ. അതുകൊണ്ട് നീ എവിടെ പോകണമെങ്കിലും അവിടെ വരാൻ ഞാൻ തയ്യാറ്, എന്നെ കൂട്ടിക്കൊണ്ടു പോകണം. ഈശോ ഒന്നും നോക്കിയില്ല, ഉടനെ അവന് വാക്കുകൊടുത്തു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന്. സഹോദരങ്ങളെ, ആദ്യ പാപം മൂലം പറുദീസായുടെ വേലി അടച്ചുവെങ്കിൽ, ഗേറ്റ് അടച്ചുവെങ്കിൽ അതിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് തന്നെ ഈ കള്ളനാണ്, ഈ നല്ല കള്ളനാണ്. അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈശോ പൊടുന്നനെ മറുപടി കൊടുത്ത് അവൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവൻ എന്തുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തി? എങ്ങനെ ഇവനിതിന് കഴിഞ്ഞു? തീർച്ചയായും കുരിശിൽ കിടന്ന് അവൻ മാനസാന്തരപ്പെടുന്നതല്ല. അവന് മാനസാന്തരപ്പെടാനുള്ള അവസരം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകണം നിർബന്ധമില്ല. ഇവൻ നമ്മൾ കരുതുന്നത് പോലെ വീടുകളിലും നാടുകളിലും പോയി കളവ് നടത്തുന്ന കള്ളനായിട്ടല്ല പണ്ഡിതന്മാർ ഈ കള്ളനെക്കുറിച്ച് പറയുന്നത്. മറിച്ച് നീതിക്ക് വേണ്ടി ഒരുപാട് പൊരുതി നടന്നവനാണിവൻ. രാഷ്ട്രീയപരമായ പോരിൽ ഒട്ടേറെ ഉൾപ്പെട്ടവനാണിവൻ. എപ്പോഴും ഇവന് വലിയ നീതിബോധമുണ്ട്, ദൈവികമായ ചിന്തയുണ്ട്. പക്ഷേ ഇവൻ കരുതുന്ന വിധത്തിൽ ഇവന് ജീവിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവസാനം രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ഇവനെ യേശുവിൻ്റെ വലത്തെ കുരിശിൽ തൂക്കിയിടുകയാണ്. സഹോദരങ്ങളെ, കള്ളൻ എങ്ങനെ കള്ളനായി മാറിയെന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല, നമ്മൾ അന്വേഷിക്കാറുമില്ല. അവനും ഒരു മനുഷ്യനാണ്, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒരു മനുഷ്യനാണ്. ഒരു പക്ഷേ അവൻ ജീവിച്ച പശ്ചാത്തലത്തിലാണ് ഞാനും നിങ്ങളും ആയിരുന്നതെങ്കിൽ അവനെപ്പോലെ ഒരാളായി നമ്മൾ തീരുമായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലും നീതിന്യായ വ്യവസ്ഥിതികൾ അങ്ങനെ ചിന്തിക്കണമെന്നില്ല. പക്ഷേ നമ്മളത് ചിന്തിച്ചേ മതിയാകൂ. ഞാൻ ഓർക്കുന്നു, കുറേ കളവൊക്കെയായി നടന്ന
ഒരു ചെറുപ്പക്കാരൻ. അവനോട് ചോദിച്ചു, അവൻ ഒരു ധ്യാനാനുഭവത്തിലൊക്കെ വന്ന് അവൻ മാറിക്കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് പിന്നീട് നിൻ്റെ നല്ല കാലഘട്ടം മുഴുവൻ നീ കളവുമായിട്ട് പോയത്? അവൻ പോലീസുകാരെ ഒരുപാട് അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്, അവൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, ജയിലിൽ കിടക്കുന്നവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ പോയത്? നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? അവൻ പറഞ്ഞ അനുഭവം ഇതാണ്. അവൻ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 2 രൂപയുടെ വില മതിക്കുന്ന ഒരു പേന മോഷ്ടിച്ചു. വഴിയില്ലാത്തതുകൊണ്ട് മോഷ്ടിച്ചതാണ്. അവൻ്റെ കയ്യിൽ നല്ല പേനയുണ്ടെങ്കിൽ അവൻ മോഷ്ടിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. വഴിയില്ലാത്തതുകൊണ്ട് മോഷ്ടിച്ചതാണ്. അവൻ മോഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഒരുപക്ഷെ ഹൃദയമില്ലാത്ത ഒരു അധ്യാപകൻ ചെയ്ത പരിപാടി ഇതാണ്. ഈ പേന പിടിച്ചുകൊണ്ട് എല്ലാ ക്ലാസ് റൂമുകളിലും ഒന്നിനു പുറകെ ഒന്നായി യാത്ര ചെയ്തുകൊണ്ട് അവൻ പറയണം, ഞാൻ 2 രൂപയുടെ പേന മോഷ്ടിച്ചു, ഞാൻ പേനക്കള്ളനാണ് എന്ന്. പേനക്കള്ളൻ. സഹോദരങ്ങളെ, ഇവനിത് പറഞ്ഞ് അവൻ കള്ളനായി മാറി. നിങ്ങൾ എന്ത് ആവർത്തിച്ച് നിങ്ങളെക്കുറിച്ച് പറയുന്നുവോ നിങ്ങളതായിത്തീരും, സംശയമില്ല. അവൻ ആവർത്തിച്ച് ക്ലാസ് മുറികൾ ഉടനീളം പ്രധാന അധ്യാപകൻ്റെ മുമ്പിൽ ഉൾപ്പെടെ, മറ്റു ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഉൾപ്പെടെ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഉൾപ്പെടെ അപഹാസ്യ പാത്രമായവൻ പറയാൻ തുടങ്ങി, 2 രൂപയുടെ പേനകെട്ട പേനക്കള്ളനാണ് ഞാനെന്ന്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ കള്ളനായി മാറി. കള്ളൻ അവനതായതെങ്ങനെയാണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മൾ ചോദിക്കാറില്ല. എന്നാൽ ഈശോയ്ക്ക് ഇവൻ വലത്തെ കുരിശിൽ കിടക്കാനുള്ള കാരണം എന്താണെന്ന് അവനറിയാം. ഹൃദയങ്ങളുടെ നാഥനല്ലേ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പൊടുന്നനെ മറുപടി പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. നിങ്ങൾക്കറിയാവോ, പാരമ്പര്യമനുസരിച്ച് ഈ കള്ളനെ ചില സഭകൾ, പ്രത്യേകിച്ചും ജെറുസലേമിലെ ചില ലോക്കലായ സഭകൾ വിശുദ്ധനായിട്ടാണ് പരിഗണിക്കുന്നത്. പറുദീസ എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ പാരമ്പര്യത്തിലുള്ള ഒരു പാരമ്പര്യം കൂടി അതിൻ്റെ പുറകിലുണ്ട്. പേർഷ്യൻ പാരമ്പര്യത്തിൽ മഹാസുൽത്താൻ നാട്ടിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തൻ്റെ ഉദ്യാനത്തിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് സുൽത്താൻ്റെ ഭവനത്തിൽ, കൊട്ടാരത്തിൽ ഏതാനും കാലം താമസിക്കും. നല്ല ഭക്ഷണം കഴിക്കാം, ആസ്വാദികരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. നാളുകൾ കഴിയുമ്പോൾ ഇവന് മടങ്ങിപ്പോകാം. പിന്നീട് സ്വദേശത്തേക്ക് ഇവൻ മടങ്ങിപ്പോയാൽ സുൽത്താൻ്റെ വീട്ടിൽ താമസിച്ച ആളായതുകൊണ്ട് ഇവനെ എല്ലാവരും ആദരിക്കും, ബഹുമാനിക്കും. മഹാസുൽത്താൻ അനുഗ്രഹീതമായ വൃന്ദാനത്തിലേക്ക്, പൂന്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ നല്ല കള്ളനെ. അവൻ്റെ നല്ല പ്രാർത്ഥന അവനെ പറുദീസ സ്വന്തമാക്കാൻ അവസരം കൊടുത്തു. ഇടത്തുവശത്ത് കിടക്കുന്ന കള്ളനും ഈശോയെ നോക്കുന്നുണ്ട്, ഈശോയെ കാണുന്നുണ്ട്. പക്ഷേ അവൻ്റെ ചിന്ത അവന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഭൂമിയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടണം. വീണ്ടും അവൻ്റെ പഴയ കാര്യങ്ങൾക്ക് വേണ്ടി അവന് പോകണം. മുകളിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വലത്തേ വശത്തെ കിടന്ന കള്ളൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ഭൂമിയിലേക്ക് ഇറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത്തേ വശത്ത് കിടന്ന കള്ളൻ പ്രാർത്ഥിച്ച്. അതുകൊണ്ട് ഇടത്തേ വശത്തെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുത്തില്ല. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവേ, നീ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നിട്ട് എന്നെ രക്ഷിക്കുക. അവന് കുരിശിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അവന് നിർദോഷിയാണ് ക്രിസ്തുവെന്ന് മനസ്സിലാകണില്ല. അവന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ഉള്ള ബോധ്യമില്ല. അതുകൊണ്ട് മോശപ്പെട്ട വാക്കുകൾ അവൻ പറഞ്ഞ് അവൻ്റെ ജീവിതം അവൻ ഒടുക്കി. സഹോദരങ്ങളെ, പറുദീസ സ്വന്തമാക്കാൻ അനുഗ്രഹീതമായ പ്രാർത്ഥന നല്ല കള്ളൻ സൂക്ഷിച്ചതുകൊണ്ട് അവൻ പറുദീസയുടെ സ്വന്തമായിട്ട് മാറി എന്ന് നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ മുമ്പിലേക്ക് സഹോദരങ്ങളെ പല വിധത്തിൽ ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാൻ കഴിയും. ഉദാഹരണത്തിന്, ഭയത്തോടെ ഒരാൾക്ക് ക്രിസ്തുവിനെ സമീപിക്കാൻ കഴിയും. ചിലർക്ക് സ്നേഹത്തോടെ സമീപിക്കാൻ കഴിയും. ചിലർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ അവനെ സമീപിക്കാൻ കഴിയും. ഈ 3 വിധത്തിലുള്ള യേശുവിൻ്റെ സമീപത്തേക്കുള്ള കടന്നു ചെല്ലലിനെക്കുറിച്ച് സഭാപിതാവായ വിശുദ്ധ ബേസിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പാപമോചനത്തിന് വേണ്ടി, അനുരഞ്ജനത്തിൻ്റെ കുദാശയ്ക്ക് വേണ്ടി ചെല്ലുന്ന സമയത്ത് 3 വിധം നിങ്ങൾക്ക് അവനിലേക്ക് പ്രവേശിക്കാം. ചിലർ അനുരഞ്ജനത്തിൻ്റെ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നത് ഭയപ്പെട്ടിട്ടാണ്, എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിക്കൊണ്ട്.
ഇതാ ഞാൻ ഇന്നത് ചെയ്തു, അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുമോ എന്ന് കരുതിക്കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ശിക്ഷിക്കുന്ന മീശ വെച്ച അല്ലെങ്കിൽ മീശ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ച് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു അപ്പൻ്റെ മുമ്പിൽ നമുക്ക് എത്ര കാലം അനുഗ്രഹീതമായി ജീവിക്കാൻ പറ്റും? ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് ഭയത്തോടെയല്ല നമ്മൾ ആരും കടന്നു ചെല്ലേണ്ടത്. നമ്മൾ കുമ്പസാരിച്ചില്ലെങ്കിൽ തല്ലുമെന്നുള്ളത് കൊണ്ടാകരുത് അവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലേണ്ടത്. വിശുദ്ധമായി ജീവിച്ചില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും എന്നുള്ളത് കൊണ്ടാകരുത് നമ്മൾ കടന്നു ചെല്ലുന്നത്. രണ്ടാമത് പറയുകയാണ്, വിശുദ്ധ ബേസിൽ പറയുകയാണ്, നമ്മൾ പോയാൽ സ്വർഗം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് കടന്നു ചെല്ലുന്നത്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെല്ലുന്നു. ബേസിൽ പറയുന്നതാണ്, അതും ശരിയായൊരു അനുരഞ്ജനമല്ല, ശരിയായൊരു കുമ്പസാരമല്ല. കാരണം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആകരുത് എപ്പോഴും നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മൂന്നാമത് മറ്റൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്നേഹം കൊണ്ട്, അനുഗ്രഹീതമായ സ്നേഹം കൊണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, അവൻ്റെ തിരുവിലാവിലെ മുറിവിൽ നിന്നിറങ്ങുന്ന സ്നേഹം അഗാധമാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയുമോ? സഹോദരങ്ങളെ ഓർക്കണം, അവസാന പാപി മടങ്ങി എത്തും വരെയും സ്വർഗത്തിൽ സന്തോഷങ്ങളില്ല, ആഘോഷങ്ങളില്ല. അവസാന പാപിയും മടങ്ങി എത്തും വരെയും സ്വർഗത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഉല്ലാസങ്ങളില്ല. അതുകൊണ്ട് ഈ കള്ളനെന്നില്ല, സകലരും മടങ്ങി വരണമെന്നാണ് കർത്താവിൻ്റെ ചിന്ത. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈശോ 3 മണിക്കൂറാണ് കുരിശിൽ കിടന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു പക്ഷേ വൈകിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ്? ഇടതുവശത്ത് കിടന്ന കള്ളൻ പറുദീസായിലേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടി. അവൻ്റെ മരണം അവൻ വൈകിക്കുകയാണ്, കാരണം ഇവനെ കൂടി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എന്ന്. അവൻ്റെ സ്നേഹം നമുക്ക് കാണണം, അവൻ്റെ കൃപ നമുക്ക് കാണണം, ആസ്വദിക്കണം. കൽപ്പനകൾ, അത് 10 കൽപ്പനകളായിക്കൊള്ളട്ടെ, അതിൻ്റെ വകഭേദങ്ങളായിക്കൊള്ളട്ടെ, അവ മുറിച്ച് വിളമ്പുന്ന സമയത്താണോ നമ്മുടെ ഹൃദയം ചലിക്കുന്നത്? കർത്താവിൻ്റെ സ്നേഹം നമ്മൾ ധ്യാനിക്കുന്ന സമയത്താണോ? എനിക്ക് തോന്നുന്നു അവൻ്റെ സ്നേഹം നമ്മൾ ധ്യാനിക്കുന്ന സമയത്താകണം. അവൻ്റെ സ്നേഹം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ നുറുങ്ങാനായിട്ടിട വരും. സത്യത്തിൽ ദിസ്മസ് എന്ന വലതുവശത്ത് കിടന്ന കള്ളൻ ധ്യാനിച്ചത് കർത്താവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ്. ഒരുപക്ഷെ ഈ വചനം സമാപിക്കുന്നതിന് മുമ്പ് മറ്റൊരു കുറ്റവാളിയെ കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് മറ്റാരുമല്ല, അന്ന് നീതിന്യായ വിസ്താരത്തിൻ്റെ പരകോടിയിൽ പീലാത്തോസ് ജനങ്ങളുടെ മുമ്പാകെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഇതാണ്: ഒരു വശത്ത് നിർദോഷിയായ യേശുവിനെ നിർത്തി, മറുഭാഗത്ത് ബറാബാസിനെ നിർത്തി. എന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ആരെ വെറുതെ വിടണം? പെസഹ തിരുനാളുമായി ബന്ധപ്പെട്ട് ഒരു കൊലയാളിയെ, ഒരു തടവുപുള്ളിയെ വെറുതെ വിടുന്ന ചടങ്ങ് യഹൂദരിലുണ്ട്, യഹൂദ സമ്പ്രദായത്തിലുണ്ട്. നിങ്ങൾക്ക് ആരെ വെറുതെ വിടണമെന്നാണ് ആഗ്രഹം? യഹൂദരുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിനെ വെറുതെ വിടണമോ, അതോ കൊലയാളിയായി തടവുപുള്ളിയായി മാറിയ ബറാബാസിനെ വെറുതെ വിടണമോ? സത്യത്തിൽ 2 പേരുടെ മേലും ചുമത്തപ്പെട്ടിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. ഒരാൾ രാജാവായി തന്നെ വാഴ്ത്താൻ ശ്രമിച്ചു, മറ്റൊരാൾ ഭൂമിയിൽ നല്ല ഭരണം വരാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസരം സത്യത്തിൽ ആടിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചെന്നായിക്ക് ഈ സെലക്ഷനുള്ള അവസരം കൊടുക്കുന്നത് പോലെയാണ്. ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇതാ ഞങ്ങൾക്ക് യേശുവിനെ ക്രൂശിൽ തറച്ച് ബറാബാസിനെ വെറുതെ വിടണമെന്ന്, ബറാബാസിനെ വെറുതെ വിടണമെന്ന്. ഇതേക്കുറിച്ച് സഭാപിതാവായ ഒരിജൻ എന്ന് പറയുന്നുള്ള അനുഗ്രഹീത പിതാവ് പങ്കുവയ്ക്കുന്ന ഒരു ചിന്ത കൂടി പങ്കുവച്ച് നമുക്ക് ഈ ധ്യാനം അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബറാബാസിന് ഒരു മുഴുവൻ പേരുണ്ട്. ബറാബാസിൻ്റെ മുഴുവൻ പേര് ജീസസ് ബറാബാസ് എന്നാണ്. എന്താണ് ബറാബാസ്? അബ്ബായുടെ മകൻ, അപ്പൻ്റെ മകൻ ബറാബാസ്, ജീസസ് ബറാബാസ്. ഒരു വശത്ത് ജീസസ് ബറാബാസ് നിൽക്കുന്നു, മറുഭാഗത്ത് യഥാർത്ഥത്തിലുള്ള അപ്പൻ്റെ മകനായ ഏകജാതനായ ക്രിസ്തു നിൽക്കുന്നു, ജീസസ് ക്രൈസ്റ്റ് നിൽക്കുന്നു. ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണം? ആരെ തിരഞ്ഞെടുക്കണം? ജനങ്ങൾ വിളിച്ചു പറഞ്ഞു,
ബറാബാസിനെ വെറുതെ വിടുക, ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുക. ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുക. സത്യത്തിൽ ബറാബാസിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആദ്യവും അവസാനവുമായിട്ടായിരിക്കും ഒരു ജനത അവനു വേണ്ടി അവൻ്റെ പേര് പറഞ്ഞ് അവനെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. യേശുവിലേക്ക് അവൻ നോക്കി. അവനറിയാം ഈ നിൽക്കുന്നവൻ നീതിമാനാണെന്ന്. യേശുവിനറിയാം ഇവൻ എന്നിൽ നിന്നും വ്യത്യസ്തമായി ഭൗമിക പറുദീസ സൃഷ്ടിക്കാൻ വന്നവനല്ല അവനെന്ന്. യേശുവിനെക്കുറിച്ച് അവനറിയാം ഇവൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചവനാണെന്ന് അവൻ നോക്കി. ഈശോ തൻ്റെ ഹൃദയത്തിലെ അനന്തമായ സ്നേഹം കൊണ്ട് അവൻ്റെ ഹൃദയത്തെയും നിറച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സഹോദരങ്ങളെ, ഒറിജിൻ പറയുന്നത് ഇങ്ങനെയാണ്, അന്ന് അങ്ങനെ സംഭവിച്ചു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെ ജീസസ് ബറാബാസിനെയും ജീസസ് ക്രൈസ്റ്റിനെയും രണ്ട് ഭാഗത്ത് നിർത്തിയാൽ നമ്മൾ ആരെ തിരഞ്ഞെടുക്കും? ഒറിജിൻ പറയുന്നത് ഇങ്ങനെയാണ്, മിക്കവാറും നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കാൻ പോകുന്നത് ബറാബാസിനെ തന്നെയായിരിക്കും. ജീസസിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി തന്നെയായിരിക്കും. കാരണം ബറാബാസിനെ നിയന്ത്രിക്കാൻ ലോകത്തിലെ നിയമത്തിന് കഴിയും. എന്നാൽ യേശുവിനെ ആര് നിയന്ത്രിക്കും? അവനെ വെറുതെ വിട്ടാൽ ആര് നിയന്ത്രിക്കും? കാരണം അവൻ ഹൃദയങ്ങളുടെ നെഞ്ചകത്തിൻ്റെ രാജാവല്ലേ. ഹൃദയത്തെ കവരുന്ന രാജാവിനെ, ഹൃദയത്തെ കവരുന്ന നേതാവിനെ ആർക്ക് പിടിച്ചു നിർത്താൻ കഴിയും? ഒരു നീതിന്യായ വ്യവസ്ഥിതിക്കും അവനെ പിടിച്ചു നിർത്തുക സാധ്യമല്ല. അവന് വിലങ്ങ് സൃഷ്ടിക്കുക സാധ്യമല്ല. അതെ, കുറ്റവാളികളെ മോചിപ്പിച്ച് കള്ളനെ പറുദീസയിലേക്ക് കൊണ്ടുപോയി ഭൗമികമായ പറുദീസയ്ക്കപ്പുറം സ്വർഗീയമായൊരു പറുദീസ വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തു നമ്മളെ തേടി വരുന്നുണ്ട്. ഈ ദിവസത്തെ ധ്യാന ചിന്തകൾ സമാഹരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഞാൻ പറഞ്ഞു, പറുദീസയുടെ ദുഃഖമാണ് വീണ്ടെടുപ്പിൻ്റെ കഥയുടെ ആരംഭ ദിവസം. പറുദീസയിൽ വലിയ ദുഃഖമുണ്ടായി. അന്ന് ആദം വിളിച്ചു പറഞ്ഞു, ദൈവമേ, ഞാൻ കാരണമാണോ പറുദീസയ്ക്ക് നീ കവാടം ഏർപ്പെടുത്തിയത്, മതിൽ സൃഷ്ടിച്ചത്? വീണ്ടെടുപ്പിൻ്റെ കഥ അവിടെ ആരംഭിച്ചു. എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വരുന്നുണ്ട്. ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ പീഡാനുഭവ ധ്യാനത്തിൽ ഞാൻ പങ്കുപറ്റുമ്പോൾ വീടിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് എനിക്കൊരു ഹൃദയം വേണം, അങ്ങയുടെ ഹൃദയം. എൻ്റെ ഹൃദയം ഈശോയെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ
എൻ്റെ കോട്ടയും എൻ്റെ അഭിമാനവുമായ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് ഞാൻ ഈ സമയമായിരിക്കുന്നത്. എൻ്റെ ഈശോ എനിക്ക് അഭിമാനമാണ്. എൻ്റെ ഈശോ എനിക്ക് സംരക്ഷണമാണ്. ഓ ഈശോയെ, ഈ അനുഗ്രഹീതമായ ദിവസം അങ്ങയുടെ പരിശുദ്ധിയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് മഹോന്നതനായ ദൈവമാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും അങ്ങ് സമീപസ്ഥനാണ്, അങ്ങ് സംരക്ഷണമാണ്. ഈശോയെ, ഈ സമയം പ്രപഞ്ചത്തിൽ അങ്ങയെ ആരാധിക്കുന്ന, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന സർവസൃഷ്ടിജാലങ്ങളോട് ചേർന്ന്, ഒരു പിടി മനുഷ്യരോട് ചേർന്ന് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. ഈശോയെ, ഞങ്ങളങ്ങയെ ആദരിക്കുന്നു, ഞങ്ങളങ്ങയെ ബഹുമാനിക്കുന്നു. ഈശോയോട് ചേർന്ന് നമുക്ക് ആ കുരിശുയാത്രയിൽ മുന്നോട്ട് പോകാം. അന്ന് കാൽവരിയുടെ കുരിശിൽ നെറുകയിൽ 3 കുരിശുകൾ ഉയർത്തപ്പെട്ടു. ലോകത്തിൽ ചെയ്യുന്ന ചെറിയ കുറ്റങ്ങൾക്ക് കുറ്റക്കാരായി വിധിക്കപ്പെട്ട് 2 പേരും പെരും കള്ളനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട് നസ്രായനായ യേശുവിൻ്റേതും. അങ്ങനെ ഇരിക്കെ ഇതാ വലതുവശത്ത് കിടന്ന കള്ളൻ യേശുവിലേക്ക് നോക്കി. പ്രതീക്ഷയോടെയാണ് അവൻ നോക്കിയത്. നോക്കി അവൻ പറഞ്ഞു, ഈശോ, ഈശോ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ ഈ പാവപ്പെട്ട ഈ അടിയനെ കൂടി ഓർക്കണം. ഈശോയ്ക്ക് മറക്കാൻ കഴിയില്ല. ഒരാളുടെയും പ്രാർത്ഥനയ്ക്കെതിരെ ചെവി അടയ്ക്കാനും കണ്ണു പൂട്ടാനും ഞങ്ങളുടെ കർത്താവിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്ന്. ദിവ്യകാരുണ്യ യേശുവേ, നല്ല കള്ളന് പറുദീസ കൊടുത്ത അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ അങ്ങയുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ ധ്യാനിക്കട്ടെ. ഏതൊരു കൊടും പാപിക്കും, എത്ര കണ്ട് വീണു പോകുന്നവനും, രഹസ്യമായും പരസ്യമായും തിന്മകളിൽ തകർന്നു പോകുന്നവനും, അതെ, കുരിശിലെ യേശു സംരക്ഷണമായിട്ടുണ്ട്, അവൻ കോട്ടയായിട്ടുണ്ട്. ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് നന്ദികൾ അർപ്പിക്കുന്നു. യേശുനാഥാ, നീ ദൈവം. യേശുനാഥാ, നീ എൻ്റെ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. നമ്മുടെ ഈശോയ്ക്ക് നമ്മെ മാത്രം സ്നേഹിക്കാൻ തുടിക്കുന്ന ഒരു ഹൃദയമുണ്ട്. അതെ, ഈശോയെ ഈ ആരാധനയിൽ പങ്കുപറ്റുമ്പോൾ
ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്, അങ്ങയുടെ ഹൃദയം നീ ഞങ്ങൾക്ക് തരണം. വീട് കിട്ടാനോ രോഗം മാറാനോ ആശ്വാസത്തിനോ അല്ല ഇന്ന് ഞങ്ങൾ ആരാധിക്കുന്നത്, അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് കിട്ടാൻ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് കിട്ടാൻ. ഇതാ അവസാന പാപി മടങ്ങി ചെല്ലും വരെയും സ്വർഗത്തിൽ ആഘോഷങ്ങളില്ല. ഈശോ വലതുവശത്തെ കള്ളനെ രക്ഷിച്ച് കഴിഞ്ഞ് ഏതാനും സമയം കാത്തിരുന്നു ഇടതുവശത്തെ കള്ളനെ കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ. എന്നാൽ അവൻ തന്നെ ശപിച്ചിരുന്നു. അവൻ തന്നെ ശപിച്ച് മറ്റുള്ളവരെയും ശപിച്ച് അവൻ കീഴോട്ട് മാത്രം നോക്കിയിരുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, പലപ്പോഴും അങ്ങയിലേക്ക് കണ്ണുകൾ ഉയർത്തേണ്ടതിന് പകരം ഞങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും കണ്ണ് വെച്ച് ഞങ്ങൾ അങ്ങയെ മാറ്റി നിർത്താറുണ്ട്. അങ്ങയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നല്ല കള്ളന് അങ്ങയുടെ ഹൃദയം പങ്കിട്ട, പറുദീസ പങ്കിട്ട ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും വീണ്ടെടുക്കാൻ ഈ സമയം വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഈശോനാഥാ നീ എൻ ദൈവം, ഈശോനാഥാ നീ എന്നാശ്രയം, ഈശോനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നിങ്ങൾ ആരോടാണ് ഐക്യപ്പെടുന്നത്? നല്ല കള്ളനോടോ ഇടതുവശത്ത് കിടന്ന കള്ളനോടോ? ഈശോയെ, നല്ല കള്ളനെ പോലെ ഞങ്ങളെയും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ പ്രാപ്തരാക്കണമേ. ഈശോയെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ നിരാശയിലും നഷ്ടങ്ങളിലും കഴിയുന്ന ഒരുപിടി മനുഷ്യർ ഞങ്ങളുടെ പരിസരത്തുണ്ട്, ഞങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. അന്ധകാരത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഈശോയെ, അങ്ങ് മരിച്ചത് അവർക്ക് വേണ്ടി കൂടിയാണെന്നുള്ള ബോധ്യം നീ അവർക്ക് കൊടുക്കണമേ. ഈശോ മരിച്ചത് സകലർക്കും വേണ്ടിയാണ്. എനിക്ക് വേണ്ടി എന്നതുപോലെ തന്നെ അവസാന പാപിക്ക് വേണ്ടി കൂടിയാണ് അവൻ മരിച്ചത്. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഈ ബോധ്യം നിൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും കൊടുക്കേണ്ടതിന് വേണ്ടി സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഈ നാളുകളിൽ നിൻ്റെ മഹോന്നതമായ സാന്നിധ്യം എല്ലാ പരിസരങ്ങളിലും അവിടുന്ന് കൊടുക്കണമേ. ജയിൽ അറകളിൽ കഴിയുന്ന മനുഷ്യർക്ക് അങ്ങയുടെ സ്നേഹവും കരുതലും അവിടുന്ന് കൊടുക്കണമേ. കർത്താവെ, അങ്ങയെ നോക്കാൻ കഴിയാതെ വിഷമിക്കുന്ന, കണ്ണുനീരിലും വേദനയിലും മാത്രം കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുക്കണമേ. ഒട്ടേറെ വിധത്തിൽ ഡ്രഗ്സിനും എല്ലാം അഡിക്റ്റഡായി കഴിയുന്ന ഒട്ടേറെ ദൈവമക്കളുടെ മേൽ നിൻ്റെ സ്നേഹവും നിൻ്റെ കരുണയും നീ കൊടുക്കണമേ. സ്നേഹത്തോടെ കർത്താവിനെ മാത്രം നോക്കി ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരെയും ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ കുരിശിലെ യാത്രയിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ ദിവ്യകാരുണ്യ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നിനക്കുണ്ടായ ഹൃദയം
നീ ഞങ്ങൾക്കും തരണമേ. നിനക്കുണ്ടായ അനുകമ്പ ഞങ്ങൾക്കും തരണമേ. നിനക്കുണ്ടായ മാധുര്യമാർന്ന വാത്സല്യം ഈശോയെ നീ ഞങ്ങൾക്കും തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന 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 ഈശോയെ, അങ്ങയെ കാണുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്നാൽ വീണു പോകുന്നതുകൊണ്ട്, പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്, ഈശോ വന്നാൽ ഞങ്ങളുടെ സന്തോഷം തല്ലിത്തകർക്കുമോ എന്ന ഭയമുള്ളതുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വരാൻ മടിക്കുന്നവരുണ്ട്. അങ്ങയുടെ കുരിശിൻ്റെ പിന്നാലെ വരാൻ കഴിയാത്തവരുണ്ട്. അവരെല്ലാം ഈ അനുഗ്രഹീതമായ സമയം അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഈശോയെ, നീ നൽകുന്ന സന്തോഷം ഭൂമിയിൽ മറ്റാർക്കെങ്കിലും നൽകുവാൻ കഴിയുമോ? അതെ, അവൻ നൽകുന്ന സന്തോഷത്തെ പോലെ, അവൻ നൽകുന്ന അംഗീകാരത്തെ പോലെ ലോകത്തിൽ ആർക്കാണ് സ്നേഹവും അംഗീകാരവും പകർന്നു നൽകുവാൻ കഴിയുന്നത്? ദൈവത്തിനെതിരെ തിരിയാനുള്ള സ്വാതന്ത്ര്യം പോലും എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവനെതിരെ പറഞ്ഞിട്ടും ഞാൻ മൂകനാകുന്നില്ല. അവനെതിരെ കണ്ടിട്ടും ഞാൻ അന്ധനാകുന്നില്ല. അവനെതിരെ കേട്ടിട്ടും ഞാൻ ബധിരനാകുന്നില്ല. അതെ, ദൈവത്തിനെതിരെ പോലും തിരിയാൻ ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഓ സ്നേഹമേ, നിന്നേക്കാൾ അധികമായി സ്നേഹിക്കാനും പങ്കുവെക്കാനും മറ്റാർക്കും കഴിയുകയില്ല എന്നെനിക്കറിയാം. അങ്ങയുടെ അടുത്തേക്ക് വരുന്നു കർത്താവേ, നല്ല കള്ളൻ്റെ സ്വാതന്ത്ര്യത്തോടെ. അവിടുന്ന് സകലതും മായ്ച്ചു കളഞ്ഞ് എല്ലാ ശുദ്ധിയിൽ നിന്നും എന്നെ മോചിപ്പിക്കുമെന്ന് ഉറച്ച്, കർത്താവേ, വിശുദ്ധിയുടെ വസ്ത്രം എനിക്ക് നൽകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ഈശോയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. അവൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. അവൻ്റെ സാന്നിധ്യം നമുക്ക് ഉൾക്കൊള്ളാം. അവരിൽ ഒന്നായിട്ട് നമുക്ക് മാറാം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാം. എല്ലാവരിലും അവൻ്റെ വിശുദ്ധി നിറയട്ടെ, അവൻ്റെ സ്നേഹം നിറയട്ടെ, അവൻ്റെ ഹൃദയം കൊണ്ട് എല്ലാവരും നിറയപ്പെടട്ടെ. ഓ ദിവ്യകാരുണ്യമേ, നിൻ്റെ ഹൃദയത്തെ എനിക്ക് തരണമേ. എൻ്റെ ഹൃദയം നിൻ്റേതുപോലെയാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കുതിരും നീ അരികിൽ വരാ, തിരുപാദത്തിൽ ചേർന്നിരിക്കാം. സ്നേഹത്തോടെ ആഗ്രഹത്തോടെ ഈശോയുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. ഈശോയെ, കുതിരും നീ അരികിൽ വരാ, തിരുപാദത്തിൽ ചേർന്നിരിക്കാം. നല്ല കള്ളൻ ചേർന്നിരുന്നത് പോലെ ഈശോയെ,
ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അരൂപിയിൽ അവരെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടെ ഈശോയോട് നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ വീഴുന്നത് അങ്ങയുടെ കുരിശിലേക്കായിരിക്കണം. ഞങ്ങൾ വിശ്രമിക്കുന്നത് അങ്ങയുടെ ഒടുങ്ങാത്ത സ്നേഹം, എപ്പോഴും കൊള്ളുന്ന സ്നേഹം കുടികൊള്ളുന്ന അങ്ങയുടെ മാറിടത്തിലേക്കായിരിക്കണം. അങ്ങയുടെ സ്നേഹത്തിൽ കുടികൊള്ളാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നു, എൻ്റെ ഹൃദയം തുടിക്കുന്നു. ഓ ഈശോയെ, അങ്ങയിലൊന്നാകാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കൊതിയേറും നീ അരികിൽ വരാ, തിരുപാദത്തിൽ ചേർന്നിരിക്കാം. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ ചേർന്നിരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സ്നേഹത്തോടെ ഒരുക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ.